അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ ഭാവിയിൽ യുഎസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഏറെ നിർണായകമായ ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇമിഗ്രേഷൻ അപേക്ഷാ ഫോമുകളിൽ വൻ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. വിദേശ വിദ്യാർത്ഥികളെയും വർക്കർമാരെയും നേരിട്ട് ബാധിക്കുന്ന ഫോം I-539, ഫോം I-765 എന്നിവയാണ് ഈ മാറ്റത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. സാധാരണയായി ഇത്തരം ഫോമുകൾ മാറുമ്പോൾ പഴയ ഫോം സമർപ്പിക്കാൻ യുഎസ് ഗവൺമെന്റ് ഒരു ഗ്രേസ് പീരീഡ് അഥവാ നിശ്ചിത സമയപരിധി ഇളവായി നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ യാതൊരുവിധ ഗ്രേസ് പീരീഡും ഉണ്ടാകില്ല. നിങ്ങൾ ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടാം. എന്താണ് ഈ പുതിയ ഉത്തരവ്? ആർക്കൊക്കെയാണ് ഇത് ബാധകമാകുന്നത്? അവസാന തീയതി എന്നാണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യമായി നമുക്ക് ഏതെല്ലാം ഫോമുകളിലാണ് മാറ്റം വന്നിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ഫോം I-539 ആണ്. അതായത് ആപ്ലിക്കേഷൻ ടു എക്സ്റ്റെൻഡ് എക്സ്ചേഞ്ച് നോൺ ഇമിഗ്രന്റ് സ്റ്റേറ്റസ്. അമേരിക്കയിലുള്ള നോൺ ഇമിഗ്രന്റ് വിസ ഉടമകൾ തങ്ങളുടെ സ്റ്റേറ്റസ് നീട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു വിസ കാറ്റഗറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനോ ഉപയോഗിക്കുന്ന ഫോമാണിത്. പ്രത്യേകിച്ച് F1, M1 അക്കാദമിക് വൊക്കേഷണൽ വിദ്യാർത്ഥികൾ, J1 എക്സ്ചേഞ്ച് വിസിറ്റേഴ്സ്, I കാറ്റഗറിയിലുള്ള ഫോറിൻ മീഡിയ പ്രതിനിധികൾ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് ഫോം I-765 ആണ്. അതായത് ആപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ. അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അനുമതിക്കായി വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അതായത് EAD അപേക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോമാണിത്. വിദ്യാർത്ഥികളുടെ OPT, STEM OPT, ഡിപെൻഡന്റ് വിസക്കാർ തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി ഈ ഫോം ഉപയോഗിക്കുന്നത്. സെപ്റ്റംബർ 15, 2026 മുതൽ USCIS ഈ 2 ഫോമുകളുടെയും പുതിയ എഡിഷനുകൾ പുറത്തിറക്കും. ഈ 2 പുതിയ ഫോമുകളുടെയും എഡിഷൻ ഡേറ്റ് 09/15/26 എന്നായിരിക്കും. സാധാരണ രീതിയിൽ ഒരു പുതിയ ഫോം വരുമ്പോൾ ഇമിഗ്രേഷൻ വകുപ്പ് 30 ദിവസമോ 60 ദിവസമോ പഴയ ഫോം സ്വീകരിക്കാൻ സമയം നൽകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ സെപ്റ്റംബർ 15 മുതൽ പഴയ ഫോമുകൾ പൂർണ്ണമായും നിരസിക്കപ്പെടും. ഫോം I-539 കാര്യത്തിൽ 2026 സെപ്റ്റംബർ 15 മുൻപ് പോസ്റ്റ് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനായി സമർപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള 08/28/24 എഡിഷൻ സ്വീകരിക്കും. എന്നാൽ സെപ്റ്റംബർ 15 അതിനുശേഷമോ അയക്കുന്ന പഴയ ഫോമുകൾ നീതിപൂർവമല്ല എന്ന് കാണിച്ച് തിരിച്ചയക്കും. ഫോം I-765 കാര്യത്തിൽ സെപ്റ്റംബർ 15 മുമ്പ് അപേക്ഷിക്കുന്നവർക്ക് നിലവിലുള്ള 08/21/25 എഡിഷൻ ഉപയോഗിക്കാം. സെപ്റ്റംബർ 15 മുതലോ അതിനുശേഷമോ അയക്കുന്നവർക്ക് 09/15/26 എന്ന പുതിയ എഡിഷൻ തന്നെ ഉപയോഗിക്കണം. സെപ്റ്റംബർ 14 പോസ്റ്റ് ചെയ്യുന്ന പഴയ ഫോം സ്വീകരിക്കപ്പെടും. എന്നാൽ ഒരു ദിവസം വൈകി സെപ്റ്റംബർ 15 പോസ്റ്റ് ചെയ്താൽ ആ അപേക്ഷ തള്ളപ്പെടും. എന്തുകൊണ്ടാണ് USCIS ഗ്രേസ് പീരീഡ് ഇല്ലാതെ ഇത്തരം ഒരു കടുത്ത നിലപാട് എടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനു പിന്നിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പുതിയ നയമാറ്റമാണ്. ഇതുവരെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റേഴ്സിനും വിദേശ മാധ്യമ പ്രവർത്തകർക്കും ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയിരുന്നത്. അതായത് അവരുടെ കോഴ്സോ ജോലിയോ കഴിയുന്നത്ര കാലം കൃത്യമായ ഒരു തീയതിയില്ലാതെ അവർക്ക് യുഎസിൽ തുടരാമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് സമ്പ്രദായം അവസാനിപ്പിക്കുകയും പകരം ഫിക്സഡ് ടൈം പീരീഡ് ഓഫ് അഡ്മിഷൻ അഥവാ നിശ്ചിത കാലാവധിയുള്ള അനുമതി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ ഭാഗമായി എക്സ്റ്റൻഷൻ ചോദിക്കാനായി ഫോമുകളിൽ പുതിയ ഫീൽഡുകളും ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുതിയ വ്യവസ്ഥകൾ സെപ്റ്റംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്നത് കൊണ്ടാണ് അന്ന് തന്നെ നിർബന്ധമായും പുതിയ ഫോമിലേക്ക് മാറാൻ USCIS തീരുമാനിച്ചിരിക്കുന്നത്. ഈ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില നിർണായക മുന്നറിയിപ്പുകൾ കൂടിയുണ്ട്. നേരത്തെ അപേക്ഷിക്കാൻ ശ്രമിക്കരുത്. USCIS 09/15/26 എഡിഷൻ ഫോമുകളുടെ പ്രിവ്യൂ മാതൃകകളും നിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ ഫോം സെപ്റ്റംബർ 15 മുൻപ് പൂരിപ്പിച്ചയച്ചാൽ അത് സ്വീകരിക്കില്ല. അതായത് പുതിയ ഫോം ഉപയോഗിക്കാൻ സെപ്റ്റംബർ 15 വരെ കാത്തിരിക്കണം. അടുത്തത് ഫോട്ടോ സമർപ്പിക്കുന്നതിലെ പുതിയ നിബന്ധനയാണ്. നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന ഫോട്ടോകൾ എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ മൗണ്ട് ചെയ്തോ ആക്കാൻ പാടില്ല. ഡിജിറ്റലായി തിരുത്തലുകൾ വരുത്തിയ ഫോട്ടോകൾ സമർപ്പിച്ചാൽ പ്രോസസ്സിംഗ് വൈകുകയും നിങ്ങളുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനായി ആപ്ലിക്കന്റ് സപ്പോർട്ട് സെന്ററിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അടുത്തത് പോസ്റ്റ് മാർക്ക് തീയതി ഓർക്കുക എന്നതാണ്. പേപ്പർ അപേക്ഷകൾ സമർപ്പിക്കുന്നവർ തപാൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പോസ്റ്റ് മാർക്ക് തീയതി കൃത്യമായി നിരീക്ഷിക്കണം.
ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നവർ സെപ്റ്റംബർ 15 എന്ന കട്ട് ഓഫ് തീയതി മനസ്സിൽ വെച്ച് വേണം സബ്മിറ്റ് ചെയ്യാൻ. അമേരിക്കയിലെ ഇമിഗ്രേഷൻ പ്രക്രിയകൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. ഫോമുകളിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാനും തന്മൂലം യുഎസിലെ നിയമപരമായ തുടർച്ചയെ ബാധിക്കാനും ഇടയാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാസങ്ങളിലോ ഫോം I-539 അല്ലെങ്കിൽ ഫോം I-765 സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ സമർപ്പിക്കുന്ന തീയതിയും അന്നേ ദിവസം പ്രാബല്യത്തിലുള്ള ഫോം എഡിഷനും ഏതാണെന്ന് USCIS ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഉറപ്പുവരുത്തുക. ഇമിഗ്രേഷൻ അറ്റോർണിമാരുടെയോ അല്ലെങ്കിൽ അംഗീകൃത കൗൺസിലർമാരുടെയോ സഹായം തേടുന്നത് നല്ലതായിരിക്കും. ഇമിഗ്രേഷൻ സംബന്ധമായ പുതിയ വാർത്തകളും വിവരങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.